ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ബാർലി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബാർലി പൗഡർ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബാർലി പൗഡർ ഇല്ലെങ്കിൽ രാഗി പൗഡർ ഉണ്ടല്ലോ, അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ രാഗി പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബാർലി പൗഡർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾ രാഗി പൗഡറാണ് ചേർക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണിന് 1 ഗ്ലാസ് വെള്ളം തന്നെ വേണം തോന്നുന്നു. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാർലി പൗഡറിനാകുമ്പോൾ അത്ര വെള്ളം വേണ്ട, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര ചേർത്ത് കൊടുത്തത്. ഇത് നല്ലപോലെ തിളക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിക്കായി വരണം, അതുവരെ വെക്കാം. ഇത് നല്ലപോലെ തിക്കായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 10 ടേബിൾ സ്പൂണ് ബാർലി മിക്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ട് ചേർത്തിട്ടില്ല, 10 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് ക്യാരറ്റ് വേവിച്ചതാണ് കേട്ടോ. 2 ചെറിയ ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലപോലെ വേവിച്ചെടുത്തതാണ്. 2 വിസിൽ വരുന്നത് വരെ വെച്ചാൽ മതി. പിന്നെ വേണ്ടത് ഇതിലേക്ക് പഞ്ചസാരയാണ്. ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പോലെ പാലും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലിട്ട് കൊടുക്കാം. ഞാനിവിടെ കട്ടയായ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാദാ പാൽ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ടോട്ടൽ 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ജ്യൂസ് നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ബാർലിയുടെ പച്ച മണവും ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ക്യാരറ്റും ബാർലിയും കൂടി ചേരുമ്പോൾ രാഗി പൗഡർ ആണെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.